CPI നേതാവ് തോമസ് ഐസക് ചേരുന്നുണ്ട്. ശ്രീ തോമസ് ഐസക്, വളരെ കാലം CPIഎമ്മിന്റെ അതോടൊപ്പം തന്നെ ദേശീയ രാഷ്ട്രീയത്തിലൊക്കെ അറിയപ്പെടുന്ന മുഖം ആയിരുന്നു ബുദ്ധദേവ് ഭട്ടാചാര്യയുടേത്. അദ്ദേഹത്തിന്റെ വിടവാങ്ങൽ, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഇന്നലകളെ എങ്ങനെയാണ് ഓർത്തെടുക്കാൻ സാധിക്കുന്നത്? 34 വർഷം നീണ്ട ബംഗാളിൽ ഇടതുപക്ഷ ഭരണത്തില് 11 വർഷക്കാലം ബുദ്ധദേവ് ഭട്ടാചാര്യയായിരുന്നു മുഖ്യമന്ത്രി. എന്നാൽ ഒരു ഭരണ നായകൻ, പാർട്ടി നേതാവ് എന്നതിനപ്പുറം സാംസ്കാരിക മേഖലയിൽ സജീവമായിട്ട് ഇടപെട്ട് പ്രവർത്തിച്ചിരുന്ന ഒരാൾ കൂടിയായിരുന്നു. പല പ്രധാനപ്പെട്ട നാടകങ്ങളും അദ്ദേഹം തർജ്ജമ ചെയ്തിട്ടുണ്ട്, ബംഗാളിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ എഴുത്തുകളും പ്രസിദ്ധമാണ്. എന്ന ഒട്ടേറെ പേരെ ആകർഷിച്ചിട്ടുള്ള മറ്റൊരു വശം അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിൻ്റെത് ലാളിത്യമാണ്. അദ്ദേഹം 11 വർഷക്കാലം മുഖ്യമന്ത്രിയായിരുന്നെങ്കിലും അതിക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഭാര്യയുടെ യൂണിവേഴ്സിറ്റിയായിട്ട് ബന്ധപ്പെട്ട ആദ്യ ഫ്ലാറ്റ്, അവിടെയായിരുന്നു സെക്രട്ടേറിയറ്റിന് തിരിച്ചു പോയത്. അതൊരു സാധാരണ ലോവർ മിഡിൽ ക്ലാസ് ഫ്ലാറ്റിലാണ് അദ്ദേഹം ശിഷ്ടകാലമെല്ലാം കഴിച്ചത്. അപ്പോൾ ഇതും അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിൽ സവിശേഷതയാർന്ന ഒരു വശമാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായിട്ടുള്ള വികസനപരമായിട്ടുള്ള കാഴ്ചപ്പാടിന്റെ ഒരു പ്രത്യേകത, അദ്ദേഹത്തിന്റെ കാലത്താണ് വ്യവസായവൽക്കരണത്തിൽ വളരെ പിന്നോക്കം പോയ ബംഗാളിനെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള നിശ്ചിതാർത്ഥത്തിലുള്ള നടപടികൾ സ്വീകരിച്ചത്. അത് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോ ഇന്ത്യയുടെ വ്യവസായോൽപാദനത്തിന്റെ 35% ഇവിടെയായിരുന്നു. എന്നാല് പല പ്രധാനപ്പെട്ട കാരണങ്ങൾ കൊണ്ട്, സമരവും കാര്യങ്ങളൊന്നുമല്ല, അവിടെ ഉണ്ടായിരുന്ന ദേശീയ മൂലധനം, പ്രത്യേകിച്ച് മാർവാടി മൂലധനം മറ്റു പ്രദേശങ്ങളിലേക്ക് നീങ്ങി ബംഗാള് വ്യവസായ മേഖലയിൽ ശുഷ്കമായി തീർന്നു. അതിനെ റീവൈവ് ചെയ്യുന്നതിനുള്ള നടപടികളും സമീപനം വേണ്ടതുണ്ട്. ഭൂപരിഷ്കരണവും അതിനോട് ബന്ധപ്പെട്ടുള്ള പുനരുദ്ധരണ നടപടികളും പോരാ, വേഗത്തിലുള്ള വ്യവസായവൽക്കരണം വേണം എന്നുള്ളൊരു ബോധ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. നടപടികൾ സ്വീകരിച്ചു. എന്നാൽ അത് നടപ്പാക്കിയ രീതിയിൽ ഉണ്ടായിട്ടുള്ള വിവാദങ്ങളും കാര്യങ്ങളും ഉപയോഗപ്പെടുത്തി വലിയ തിരിച്ചടിയായിട്ട് മാറുകയും ചെയ്തു. ഒരു കാരണവശാലും അദ്ദേഹത്തിന്റെ നിലപാടുകളുടെ ഫലമല്ല, ആ നടപ്പാക്കിയിട്ടുള്ള ചില രീതിയിൽ നിന്ന് പാളിച്ചകൾ ഇതിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്, തിരിച്ചടിയിലേക്ക്. പക്ഷേ അദ്ദേഹം ഊന്നിയൊരു നിലപാടുണ്ടല്ലോ, അത് ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് മുഴുവൻ സ്വാധീനിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഇടതുപക്ഷം മേധാവിത്വം വഹിക്കുന്ന ഒരു സംസ്ഥാനം, ഒരു ഫെഡറൽ സംവിധാനത്തിനുള്ളിൽ ഈ സമാശ്വാസം ജനങ്ങൾക്ക് നൽകൽ മാത്രമല്ല, പ്രാദേശിക വികസനത്തിന് ഒരു തനതായിട്ടുള്ള പാത തുറക്കേണ്ടത് എങ്ങനെ എന്നുള്ളതിനേക്ക് ഒരുപാട് ചർച്ചകൾ നടന്നു. ആ ചർച്ചകളുടെയൊക്കെ സ്വാധീനത്തിന്റെ ഭാഗമായിട്ടാണ് കേരളത്തില് കഴിഞ്ഞൊരു 10 വർഷമായിട്ട് പശ്ചാത്തല സൗകര്യ നിർമ്മാണത്തിൽ വലിയ ശക്തമായിട്ടുള്ള ഇടപെടൽ നടത്തുന്നത്, കേരളത്തില് പുതിയ വ്യവസായവൽക്കരണ നടപടികൾ സ്വീകരിക്കുന്നത്. എന്നാൽ ബംഗാളിൽ നടപ്പാക്കിയ രീതിയിലുള്ള പാളിച്ചകൾ അതുണ്ടാവാതെ ഈ നേട്ടം കൈവരിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പാർട്ടിയുടെ ദേശീയ തലത്തിലുള്ള ഇത്തരത്തിലുള്ള പുതിയ കാഴ്ചപ്പാടുകളിലേക്കും അദ്ദേഹം വലിയ സംഭാവന ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ദേഹവിയോഗം ബംഗാളിലെ പാർട്ടിക്ക് മാത്രമല്ല, ഇന്ത്യയിലെ മുഴുവൻ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് വലിയ നഷ്ടമാണ്. വളരെ നന്ദി ഡോക്ടർ തോമസ് ഐസക് ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് CPIഎമ്മിന് കനത്ത നഷ്ടം, വലിയ നഷ്ടം എന്നാണ് ഡോക്ടർ തോമസ് ഐസക് പ്രതികരിച്ചത്. ബുദ്ധദേവ് ഭട്ടാചാര്യ അന്തരിച്ചിരിക്കുന്നു. മുൻ പശ്ചിമ ബംഗാൾ മുൻ മുഖ്യമന്ത്രി ആണ്. 2 തവണ 2001, 2006 നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ നയിച്ചത് അദ്ദേഹമായിരുന്നു. അതേസമയം 3.5 പതിറ്റാണ്ട് നീണ്ട പശ്ചിമ ബംഗാളിലെ CPIഎമ്മിന്റെ ജൈത്രയാത്രയ്ക്ക് തിരിച്ചടിയേറ്റതും ഇതേ
ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ കാലഘട്ടത്തിൽ ആയിരുന്നു. ഏതാണ്ട് 2018 പാർട്ടി വേദികളിൽ നിന്ന് അകന്നു നിന്ന ബുദ്ധദേവ് ഭട്ടാചാര്യ 2019 ശേഷം പിന്നീട് പൊതുപരിപാടികളിൽ ആരും തന്നെ കണ്ടിട്ടുമില്ല. ഏതാണ്ട് 8 വർഷത്തോളമായി മുഖ്യധാരയിൽ നിന്ന് അദ്ദേഹം വിട്ടുനിൽക്കുകയുമായിരുന്നു. കൊൽക്കത്തയിലെ വസതിയിൽ ആണ് ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ അന്ത്യം സംഭവിച്ചത്. അല്പസമയം മുമ്പാണ് മരണം സ്ഥിരീകരിച്ചത്. ഈ വാർത്തയിലേക്ക് വളരെ പെട്ടെന്ന് തിരികെ എത്താം, ഇടവേളയ്ക്ക് ശേഷം.